മിക്സ്ചർ ആൻഡ് അലിഗേഷനിലെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ടൈം എടുക്കും. നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതും ഇവിടെ ഇപ്പം ഞാൻ അസ്യൂം ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. 2 വെസലുണ്ട്, ഈക്വൽ കപ്പാസിറ്റിയാണ്. ഒരെണ്ണത്തിൽ ഫുള്ള് മിൽക്കാണ്, രണ്ടാമത്തേനകത്ത് എന്താണ് 1/3 മിൽക്കാണ്. ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും ആദ്യത്തേന്നെടുത്ത് രണ്ടാമത്തേൽ ഒഴിക്കുന്നു, രണ്ടാമത്തേന്നെടുത്ത് ആദ്യത്തേൽ ഒഴിക്കുന്നു. അപ്പോൾ നമ്മൾ നോർമലായിട്ട് പഠിച്ചു ചെയ്യുന്ന വ്യത്യസ്തമായിട്ടാണ് പോകുന്നത്. കാരണം ഇത് ഓരോ ടൈം വരുമ്പോഴും അതിൻ്റെ റേഷ്യോ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇനിഷ്യലി തന്നെ 1/3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു സേഫ്റ്റിക്കായിട്ട് 3ൻ്റെ ക്യൂബ് വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 എടുത്തു കഴിഞ്ഞിട്ട് അത് കപ്പാസിറ്റി ആയിട്ട് വെക്കാം. അതായത് ഞാനിവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഞാൻ ഈക്വൽ കപ്പാസിറ്റി എന്നുള്ളത് 27 മിൽക്ക്, അതായത് ഇനിഷ്യലി 27 മിൽക്ക് എന്ന് അസ്യൂം ചെയ്യണം. അതായത് 2 കണ്ടെയ്നർ ഉണ്ടെന്ന് വിചാരിക്കുക, AB. അതിനകത്ത് ഇനിഷ്യലി 27 മിൽക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡിനകത്ത് 1/3 വാട്ടറാണ്. 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 27 കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 9 വാട്ടർ. ആദ്യം ഫുൾ ഓഫ് മിൽക്ക്, രണ്ടാമത്തേൽ 1/3 ഫുൾ ഓഫ് വാട്ടർ. ഇനി എന്ത് ചെയ്തു? സെക്കൻഡ് വെസൽ ഈസ് ഫിൽഡ് വിത്ത് ടു പുട്ട്. ഓക്കെ, അതായത് സെക്കൻഡ് വെസലിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് വെസലിൽ നിന്ന് എടുത്തിട്ട് സെക്കൻഡ് വെസലിലോട്ട് ഒഴിക്കുവാണ്, എന്നിട്ട് അത് ഫില്ലാക്കുവാണ്. ഓക്കെ, അപ്പോൾ രണ്ടും ഈക്വൽ കപ്പാസിറ്റി ആയതുകൊണ്ട് തന്നെ, അതായത് രണ്ടിൻ്റെയും കപ്പാസിറ്റി 27. അപ്പോൾ 27 ആകാനായിട്ട് ഇനി എന്ത് ചെയ്യണം? 27 ആകാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരു 18 മിൽക്ക് ഇങ്ങോട്ടേക്ക് ഇടണം. 18 മിൽക്ക് ഇങ്ങോട്ടേക്ക് ഇട്ടു. 18 മിൽക്ക് ഇട്ട് കഴിയുമ്പോൾ ഇവിടെ ബാക്കി എത്ര വരും? 9 മിൽക്ക് വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ദ സെക്കൻഡ് വെസൽ ഈസ് ഫിൽഡ് അപ്പ് വിത്ത് ഫിൽഡ് അപ്പ് പുട്ട് ഓഫ് ദ ഫസ്റ്റ്. ആദ്യത്തേന്ന് ഒഴിച്ച് രണ്ടാമത്തേലോട്ട് ഇട്ടു. അപ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ എന്താ പറയുന്നത് നോക്കാം. മൂന്നാമത്തത് ദ കണ്ടന്റ് ഓഫ് ദ സെക്കൻഡ് ആർ ദെൻ പുവേർഡ് ബാക്ക് ഇൻ ടു ദ ഫസ്റ്റ്. ഓക്കെ, അതായത് സെക്കൻഡിൽ എടുത്ത് വീണ്ടും നമ്മൾ ഫസ്റ്റിലോട്ട് ഒഴിക്കുക, ഇത് ഫില്ലാകുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇനി വരുമ്പോൾ ഇവിടെ ഇപ്പോൾ മിൽക്കും വാട്ടറും 2:1 എന്ന റേഷ്യോയിൽ കിടക്കുന്നത് അല്ലെ. 18 മിൽക്കും അതുപോലെ തന്നെ 9 വാട്ടറും 2:1 എന്ന റേഷ്യോയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് 18 ഫില്ല് ചെയ്യേണ്ടത്. ഈ 18 മിക്സ്ചർ വരുന്നത് അത് 2:1 റേഷ്യോയിലായിരിക്കും. അതായത് 18 വരുമ്പോൾ അതിനകത്ത് മൊത്തം 3 പാർട്ടാണ് ഉള്ളത്. 3 പാർട്ട് 18. അതിൽ 2 പാർട്ട് മിൽക്കായിരിക്കും, 1 പാർട്ട് എന്തുമായിരിക്കും? വാട്ടറുമായിരിക്കും. അതിനർത്ഥം 12 മിൽക്കും അതുപോലെ തന്നെ 6 വാട്ടറും എന്ന രീതിയിലായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. 6 വാട്ടറും എന്ന രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി മിച്ചം പോയിട്ട് എന്തുണ്ടാവും? 12 മിൽക്ക് പോവും. 12 മിൽക്ക് പോയി കഴിഞ്ഞാൽ 6 മിൽക്ക് അവിടെ മിച്ചം വരും. അതുപോലെ തന്നെ 6 വാട്ടർ പോയി കഴിഞ്ഞാൽ 3 വാട്ടർ മിച്ചം വരും ഇവിടെ ആ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ. ഓക്കെ, ഇവിടെ ആകുമ്പോൾ ഇപ്പോൾ എത്രയും ടോട്ടല് 21 മിൽക്കും 6 വാട്ടറും എന്ന രീതിയിൽ കിടക്കാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കിയത് സെക്കൻഡ് ആർ ദെൻ പുവേർഡ് ബാക്ക് ഇൻ ടു ദ ഫസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് then again the content of the first are poured back into the second. ഇനി വീണ്ടും ഈ കണ്ടന്റ് എടുത്തിട്ട് അപ്പുറത്തോട്ട് ഒഴിക്കുക. ഓക്കെ, അത് ഫില്ലാകുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെ ആകെ 9 ഐറ്റമേ ഉള്ളൂ, 9 മിക്സ്ചറേ ഉള്ളൂ. ഇനി ഫില്ലാകണമെങ്കിൽ 18 ആവശ്യമുണ്ട്. ആ 18 ഫില്ലാകാൻ പോകുന്ന റേഷ്യോ എന്തായിരിക്കും? ഇവിടെ 21:6 എന്ന് പറയുമ്പോൾ തന്നെ 7:2 അല്ലേ? 7:2. ഓക്കെ, അതായത് ഈ 18 ഫില്ല് ചെയ്യാൻ പോകുന്നത് 7:2 എന്ന ഇതിലായിരിക്കും. 9 യൂണിറ്റ് ആയിരിക്കും 18. 9 യൂണിറ്റ് 18 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 യൂണിറ്റ് 2. അതിനകത്ത് വരാൻ പോകുന്നത് 7 യൂണിറ്റ് മിൽക്ക് ആയിരിക്കും. 7 യൂണിറ്റ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 മിൽക്കും ബാക്കി പോയിട്ട് 4 വാട്ടറും ആയിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 14 മിൽക്കും 4 വാട്ടറും വരും. 4 വാട്ടറും വന്നു കഴിഞ്ഞാൽ 20 മിൽക്കും 7 വാട്ടറും ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ,
again content of the first jar poured back into the second till it full. And what is the proportion of milk to water? Milk to water. Okay. In the second vessel. രണ്ടാമത്തെ വെസലിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 20:7 ആയിരിക്കും വരുന്നത്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ 20:7 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈക്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു, ഈക്വൽ കപ്പാസിറ്റി 27 എന്ന് പറഞ്ഞെടുത്തു, രണ്ടിടത്ത് 27 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഇന്ന് 27 മിൽക്കിൽ നിന്ന് ഇവിടെ ഇപ്പോൾ 9 വാട്ടർ കിടക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 18 അങ്ങോട്ടേക്ക് കൊണ്ട് ഇട്ടു. അപ്പോൾ അവിടുത്തെ മിൽക്കിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ 2:1 ആയി. ഇനി എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇതിലോട്ട് വീണ്ടും എയിലോട്ട് ഫില്ല് ചെയ്യുവാണ്. ഫില്ല് ചെയ്യുമ്പോൾ നമുക്കിവിടെ 12 മിൽക്കും 6 വാട്ടറും വരും. ഇവിടെ മിച്ചം പോയിട്ട് 6 മിൽക്കും 3 വാട്ടറും വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ എയിൽ നിന്ന് എടുത്ത് ബിയിലോട്ട് ഇടുക. അപ്പോൾ അവിടുത്തെ റേഷ്യോ ആക്ച്വലി 7:2 ആണ്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് ഒഴിക്കേണ്ടത് 18 ആണ്. ഈ 18 ഫില്ല് ചെയ്യാൻ പോകുന്നത് 7:2 എന്ന റേഷ്യോയിലായിരിക്കും. അപ്പോൾ അതിനകത്ത് 14 മിൽക്കും 4 വാട്ടറും വരും. സോ ടോട്ടൽ ഓൾറെഡി അവിടെ ഒരു 6 മിൽക്കും 3 വാട്ടറും ഉണ്ടായിരുന്നു. ടോട്ടൽ 20 മിൽക്കും 7 വാട്ടറും എന്ന് പറഞ്ഞ് കിട്ടും. അതായത് അവിടുത്തെ മിൽക്ക് ഈസ്റ്റ് വാട്ടർ റേഷ്യോ 20:7 ആയിരിക്കും വരാൻ പോകുന്നത്.